കണ്ണൂർ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ പ്രസവ വാർഡ് പൂട്ടിയിട്ട് ഒരു മാസമായി. ഡോക്ടർമാർ ഇല്ലാത്തതാണ് കാരണമെന്നാണ് വിശദീകരണം. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MLA ആയ മണ്ഡലത്തിലാണ് ഈ ദുരവസ്ഥ. സജോ ദേവസ്യ ചേരുന്നുണ്ട് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന്. സജോ, എന്താണ് ആശുപത്രി അധികൃതർ പറയുന്ന കാരണം? ഉന്മേഷ്, തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രി, തളിപ്പറമ്പ് ഒപ്പം മലയോര മേഖലയിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രമാണ്, അല്ലെങ്കിൽ ആശുപത്രിയാണ്. അവിടുത്തെ പ്രസവ വാർഡ് പൂട്ടിയിട്ട് ഒരു മാസം പിന്നിടുകയാണ്. നേരത്തെ അവിടെ 4 ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ പിന്നീട് 2 ഗൈനക്കോളജിസ്റ്റുകൾക്ക് അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നിയോഗിക്കപ്പെടുകയും ഒരാൾ അവധിയിൽ പോവുകയും ചെയ്തു. ഫലത്തിൽ അവിടെ മറ്റ് 2 ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ അവിടെയുണ്ട്. പക്ഷേ അവിടുത്തെ OPയും മറ്റ് സേവനങ്ങൾക്കുമായി അവരുടെ സർവീസ് പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അവിടെ പ്രസവ വാർഡും ലേബർ റൂമും പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഡോക്ടർമാരുടെ ലഭ്യത അവിടെ ഇല്ല. അങ്ങനെ വരുമ്പോൾ പിന്നീട് അത് അടച്ചിടുക എന്നതല്ലാതെ മറ്റ് പോംവഴികളില്ല. പിന്നീട് അതിൽ നേരത്തെ തളിപ്പറമ്പ് നഗരസഭയുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. DMOയുടെ ശ്രദ്ധയിൽപ്പെടുത്തി, നേരിട്ട് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തി. പക്ഷേ അതിന് യാതൊരു പരിഹാരവും ഇല്ല എന്നാണ്. അതായത് കണക്കുകൾ തന്നെ പരിശോധിക്കുന്നുണ്ട്. അത് നഗരസഭയിലെ പ്രതിനിധികളടക്കം പറയുന്നത് ഒരു മാസം 70-ലധികം ആളുകൾ പ്രസവത്തിനായി അഡ്മിറ്റ് ആയിരുന്ന ഒരു ആശുപത്രിയാണ്, ഒരു വാർഡാണ്. അങ്ങനെ ഒരു മാസം അത്രയും പേർ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്ന ആശുപത്രിയിലെ പ്രസവ വാർഡും ലേബർ റൂമും ഒക്കെ അടച്ചിടേണ്ടി വരുന്നു. അവിടെ യാതൊരു സേവനവും നൽകാൻ കഴിയില്ല. മറ്റ് ആശുപത്രികളിലേക്ക് അവിടെ സേവനം തേടേണ്ടിയിരുന്ന ആളുകൾ മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. പലർക്കും സ്വകാര്യ ആശുപത്രിയോ അങ്ങനെ മറ്റ് ആശുപത്രികളിലേക്ക് പോകേണ്ടി വരുന്നത്. അതായത് സാധാരണക്കാർക്കാണ് ഇതുകൊണ്ടുള്ള ഒരു പ്രയാസം. CPIM സംസ്ഥാന സെക്രട്ടറിയാണ് ഈ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്നത് എന്നതുകൂടി കാണണം. പക്ഷേ പരിഹാരമില്ല. ഇപ്പോഴും അത് അടഞ്ഞു തന്നെ കിടക്കുകയാണ്.